ഓ ഓ മൈ ഗോഡ്, റോ ഫീലാണ് കേട്ടോ. പഴയ BS3യുടെ ആ ഒരു ക്യാരക്ടർ ഈ ഒരു വണ്ടിയിൽ തിരിച്ചു വന്നെന്നാണ് പല റിവ്യൂസിലും ഞാൻ കണ്ടത്. ആസ് എ BS3 ഓൺ ചെയ്തൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്കെന്താണ് പറയാനുള്ളത്? വാറണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ വണ്ടിക്ക് കുറച്ച് ഓവറാണ്. വെൽക്കം ബാക്ക് ടു മോട്ടോർ വാൾട്ട്. എന്താ എല്ലാവർക്കും സുഖമല്ലേ? ഒരു വണ്ടി ഇറങ്ങിയതിന് ശേഷം ഇത്രയും നാൾ വെയിറ്റ് ചെയ്ത് റിവ്യൂ ചെയ്യാൻ വേണ്ടി കിട്ടിയൊരു വണ്ടി വേറെ കാണത്തില്ല. ദ വൺ ആൻഡ് ഓൺലി ഡ്യൂക്ക് 390യുടെ മൂന്നാമത്തെ ജനറേഷനിൽ വരുന്ന ഈ ഒരു വണ്ടിയാണ് നമുക്ക് ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിട്ടാണ് വണ്ടി കിട്ടിയതെന്ന്. വണ്ടി ഓടിക്കുന്നതിന് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് നല്ലോണം ഒന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, തേർഡ് ജനറേഷൻ ഡ്യൂക്ക് 390. അപ്പോൾ ഭയങ്കര കോൺട്രവേഴ്സി ആയിരുന്നു ഈ ഒരു ലുക്ക് വന്നപ്പം. പക്ഷേ ഈ വണ്ടിയുടെ ലുക്ക് കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടപ്പെട്ടു, എനിക്ക് ക്രഷ് അടിച്ചു. ഉള്ള കാര്യം പറയാമല്ലോ, എനിക്ക് ഈ വണ്ടിയുടെ ആ ഒരു ലുക്കും ആ ഒരു വണ്ടിയുടെ ആ ഒരു മൊത്തത്തിലുള്ള ഫീച്ചർ പാക്കിങ്ങും കാര്യങ്ങളും പ്രൈസ് അഗ്രസീവായിട്ടുള്ള ആ ഒരു പ്രൈസിങ്ങും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഈ ഒരു വണ്ടി ഇങ്ങനെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. ഒരു കുട്ടി സൂപ്പർ ബൈക്ക്. തീർച്ചയായിട്ടും ഒരു ബ്രാൻഡിൻ്റെ ഫ്ലാഗ്ഷിപ്പ് മോട്ടോർ സൈക്കിളിൻ്റെ എല്ലാ എന്താ പറയണ്ട DNA-യും താഴോട്ടുള്ള മോഡൽസിനെല്ലാം കൊടുക്കുന്ന വളരെ ചുരുക്കം ബ്രാൻഡുകളിൽ ഒരു ബ്രാൻഡ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഡ്യൂക്ക് 390 അല്ലെങ്കിൽ KTM ആണെന്ന് തോന്നുന്നു. മൊത്തത്തിൽ എന്താ പറയണ്ട, ഒരു പെർഫോമൻസ് പോളിപ്പ് സാധനമാണ് ഈ ഒരു വണ്ടി. അപ്പോൾ മൊത്തത്തിൽ അടിമുടി മാറിയിരിക്കുകയാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഫസ്റ്റ് ജനറേഷൻ ഡ്യൂക്ക് 390 നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ഹുളിഗൻ തന്നെ ആയിരുന്നു BS3. ഞാൻ പേഴ്സണലി ഓൺ ചെയ്തൊരു വണ്ടിയാണ്. അത് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ഈ ഒരു വണ്ടിയിലോട്ട് നമുക്ക് മാറുന്ന സമയത്ത് എന്താണ് എനിക്ക് തോന്നിയൊരു കാര്യം, അത് ഞാൻ എന്തെങ്കിലും പറയാം. പിന്നെ ഈ ഒരു വണ്ടി വാല്യൂ ഫോർ മണി ആണോ എന്നുള്ള കാര്യം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതുപോലെ തന്നെ സെക്കൻഡ് ജനറേഷൻ നമുക്കെല്ലാവർക്കും അറിയാം, അത് ഒരു അത്യാവശ്യം നല്ലൊരു ഹിറ്റായിരുന്നു. ഈ ഫസ്റ്റ് ജനറേഷൻ പോലെയല്ല, സെക്കൻഡ് ജനറേഷൻ ഒരുപാട് ഹിറ്റായൊരു മോഡലാണ്. ഏകദേശം 6 വർഷത്തോളം നമ്മുടെ മാർക്കറ്റിലുണ്ടായിരുന്നു. ഈ ഒരു വണ്ടി ഇറങ്ങിയ സമയത്ത് ഈ വണ്ടിയെ ക്രിട്ടിസൈസ് ചെയ്തത് ആ വണ്ടിയുടെ പേരിലാണ്. സെക്കൻഡ് ജനറേഷൻ്റെ വാലി കെട്ടാൻ കൊള്ളത്തില്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആ ഒരു വണ്ടി ഇറങ്ങിയപ്പോഴും അതിനെ ഒരുപാട് ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലുക്ക് പോരാ, എന്തോ തുമ്പിയെ പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അത് ഇപ്പം ആ വണ്ടിയാണ് എല്ലാവരും പൊക്കി പറയുന്നത് ഈ വണ്ടി ഇറങ്ങിയപ്പം. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഈ വണ്ടിയുടെ ലുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി എനിക്ക് സെക്കൻഡ് ജനറേഷനെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു വണ്ടിയുടെ ലുക്ക്. പക്ഷേ ചില എലമെൻറ്റ്സ് സെക്കൻഡ് ജനറേഷൻ്റെ ആണ് കുറച്ചും കൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ആ ഒരു ബാക്കിലത്തെ ഡിസൈൻ, ബാക്കിലത്തെ ടെയിൽ ലൈറ്റും ഡിസൈനൊക്കെ എനിക്ക് പേഴ്സണലി ആ നമ്മുടെ Gen 2ൻ്റെ തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഇത് മോശമൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് നമുക്ക് ആ ഒരു എൻറ്റോർക്കൊക്കെ പോലെ പേഴ്സണലി ഫീൽ ചെയ്തു. പക്ഷേ ഇതൊരു ബനാന ടൈപ്പ് ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ്, അതായത് കൊത്തിയെടുത്തും എന്ന് പറയട്ടെ തടിയിൽ കൊത്തിയെടുത്ത് വെച്ചേക്കുന്ന പോലുള്ളൊരു ഡിസൈൻ ഭയങ്കര പ്രീമിയമായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊരു ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയാണ്. നമ്മുടെ സാരഥി KTM കരുനാഗപ്പള്ളിയിൽ നിന്നാണ് എനിക്ക് ഈ വണ്ടി അറേഞ്ച് ചെയ്ത് അവർ തന്നത്. ഒരു മടിയില്ലാതെ നമുക്ക് വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി അവർ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് മുമ്പേ അവിടെ ചെല്ലേണ്ടതായിരുന്നു എന്ന് ഇപ്പോഴാണ് തോന്നുന്നത്. അപ്പോൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ അവിടെ അവൈലബിൾ ആണ്. ഏത് വണ്ടിയും നിങ്ങൾക്ക് അവിടെ ചെന്നാൽ നിങ്ങൾക്ക് അവർ വണ്ടി അവൈലബിൾ ആക്കി തരും. പിന്നെ ഫ്രണ്ടിലത്തെ ആ ഒരു ഡിസൈനൊക്കെ സത്യം പറഞ്ഞാൽ ഒരു പ്രീമിയം ഫീൽ തന്നെ തരുന്നുണ്ട് ഈ ഒരു ഡ്യൂക്ക് 390ക്ക്. നല്ല ബൾക്കിയർ ആയിട്ടുള്ള നല്ല ഷാർപ്പായിട്ടുള്ള ഡിസൈനാണ്. ആ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ ഈ ഒരു ഡിസൈനെ പറ്റി കുറ്റം പറഞ്ഞു. എനിക്കിഷ്ടപ്പെട്ടു ഈ ഒരു DRL. കൊള്ളാം, ഒരു കുട്ടി സൂപ്പർ ബൈക്ക്, കുട്ടി സൂപ്പർ ഡ്യൂക്കൊക്കെ പോലെ ഉണ്ട്. പിന്നെ ഈ ഒരു കൗളിങ് ഇത്രയും ലെങ്ത് വരണ്ടായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നിപ്പോയി. ബട്ട് സ്റ്റിൽ അതൊരു ഓക്വേർഡായിട്ടുള്ള ലുക്കായിട്ട് തോന്നുന്നില്ല. പിന്നെ നമ്മൾ RC 390 കണ്ടതുപോലുള്ള ലൈറ്റ് വെയ്റ്റ് അലോവിയിലും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഡിസ്ക് ബ്രേക്ക് റോട്ടറും ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ബ്രാൻഡ് ന്യൂ ഓൾ ന്യൂ എൻജിൻ LC4C. നമ്മൾ ഈ ഒരു സ്റ്റിക്കർ ഡ്യൂക്ക് 390യുടെ BS3 എൻ്റെ വണ്ടിയിലൊക്കെ ഞാൻ അടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് കമ്പനിയായിട്ട് തന്നെ ആ ഒരു സൂപ്പർ ഡ്യൂക്കിലൊക്കെ അടിച്ചേക്കുന്നത് പോലെ LC4C എന്നൊക്കെ ഉള്ള ഒരു ഡിസൈൻ, ലിക്വിഡ് കൂൾഡ് 4 സ്ട്രോക്ക് ലിക്വിഡ് കൂൾഡ് എന്നൊക്കെയാണ് അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. അപ്പം നേരത്തെ 373cc എഞ്ചിനായിരുന്നെങ്കിൽ ഇപ്പം 399cc ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പലരും പറയുന്നത് ഈ എഞ്ചിനും ട്രയംഫിൻ്റെ എഞ്ചിനും സെയിം അല്ല എന്നൊക്കെയാണ്. പക്ഷേ സെയിം ആണ് സംഭവം. ഒറ്റ വാക്കിൽ സെയിം ആണെന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും അവിടെ ഇവിടെയൊക്കെ ചെറിയ മോഡിഫിക്കേഷനൊക്കെ വരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതൊരു ബിസിനസ് അല്ലേ. അപ്പം KTM-ഉം ട്രയംഫും ബജാജും എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ചങ്കും അല്ലേ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായം എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പം ഈ ഒരു എഞ്ചിനിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഉത്ഭവം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ KTM ഓസ്ട്രിയയുടെ ആ ഒരു എന്താ പറയണ്ടേ റേസിംഗ് ടീം ഡെവലപ്പ് ചെയ്തെടുത്തൊരു എഞ്ചിനാണ്.
പഴയ എഞ്ചിനുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് മയപ്പെട്ടിട്ടുണ്ട്. ബട്ട് പവർ കൂടുതലാണ് എന്നുള്ള കാര്യം പറയാതിരിക്കാൻ വയ്യ. ആ ഒരു അഗ്രഷനും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഈ ഒരു എഞ്ചിൻ്റെ ഭാഗത്ത് തന്നെ നിലനിർത്തിയിട്ടുണ്ട്. പഴയ ഒരു BS3 ക്യാരക്ടർ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറയാം. അതിനു മുമ്പായിട്ട് ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇപ്പം 46 bhp കാര്യങ്ങളൊക്കെയാണ്. 38 Nm ടോർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സസ്പെൻഷൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പഴയ വേരിൻ്റെ അപേക്ഷിച്ച് സസ്പെൻഷൻ ഇപ്പം ട്രാവലും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. 150 mm ആണ് സസ്പെൻഷൻ ട്രാവലും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ സ്റ്റിഫാണ് എന്നുള്ളത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അഡ്ജസ്റ്റബിൾ സസ്പെൻഷനും WB-യുടെ അപ്പെക്സ് ആണ് ഈ ഒരു സസ്പെൻഷൻ കൊടുക്കുന്നത്. പിന്നെ ഓഫ് സെറ്റ് ആയിട്ടുള്ള ആ ഒരു സസ്പെൻഷൻ കണ്ടില്ലേ, റിയർ സസ്പെൻഷൻ, അതും WB അപ്പെക്സ് ആണ്. നല്ല എന്താ പറയുക, കിടില ഹാൻഡ്ലിംഗ് ആണ്. അതൊക്കെ ഞാൻ പറയാം വണ്ടി ഓടിക്കുന്ന സമയത്ത്. പിന്നെ റിയർ സീറ്റും അതുപോലെ തന്നെ പില്ലിയൻ സീറ്റും ഒക്കെ നോക്കാനാണെങ്കിൽ നമുക്ക് സിറ്റി റൈഡിങ്ങിനൊക്കെ ഓക്കെയാണ്. പക്ഷേ ഈ വണ്ടിയുടെ പവറുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ബാക്കി ഇരിക്കുന്ന ആളൊരു മുൻകരുതൽ എടുത്തിട്ടില്ലെങ്കിൽ ബാക്കിലോട്ട് വീഴും. ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരുത്തോന്നില്ല. പിന്നെ ഇതിനകത്ത് വന്നത് മെറ്റ്സിലറിൻ്റെ ടയറാണ്. അത് തീർന്നിട്ടാണ് ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ആയിരിക്കുന്നത്. അപ്പോളോ H1 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ അപ്പോളോ H1-നെക്കാളും കുറച്ചുകൂടി ബെറ്റർ എനിക്ക് തോന്നുന്നത് റോഡ് 5 അല്ലെങ്കിൽ മെറ്റ്സിലറൊക്കെയാണ് ഈ ഒരു വണ്ടിക്ക് പ്രത്യേകിച്ച് ബെറ്ററായിട്ട് തോന്നുന്നത്. പിന്നെ നമ്മൾ സൂപ്പർ ഡ്യൂക്കിൽ കണ്ട സെയിം ആ ഒരു TFT ഡിസ്പ്ലേ തന്നെയാണ് ഇതിനകത്ത് കാണുന്നത്. നമ്മളിങ്ങനെ ഓണാക്കുന്ന സമയത്ത് ഇങ്ങനെ എഴുതി കാണിക്കുന്നത് 30 years ഓഫ് ഡ്യൂക്ക്. ആ ഒരു അനിമേഷൻ തന്നെ എന്ത് രസമാണ് ഗൈസ്, ഒന്ന് നോക്കിക്കേ. പിന്നെ ഈ ഒരു എന്താ പറയണ്ടേ, ഈ ഒരു മിറർ ഡൊമിനാറിൻ്റെ ഭാഗത്തുനിന്ന് കൊണ്ടുവന്നത് മോശമായിപ്പോയി. ബട്ട് കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, നമുക്ക് മോശമൊന്നും പറയാനില്ല. ആ ഒരു കോക്പിറ്റ് വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭയങ്കര ഹുളിഗൻ അഗ്രസീവായിട്ടുള്ള റൈഡിങ് ആണ് വണ്ടിയുടെ ആ ഒരു റൈഡിങ് സ്റ്റാൻഡ്സിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് സീരിയസ് ഗൈസ്, ഇതൊരു മോൺസ്റ്റേഴ്സ് ആയിട്ടുള്ള ഈ ഒരു സെഗ്മെൻറ്റിലെ വണ്ടി തന്നെയാണ്, ഹുളിഗൻ തന്നെയാണ് ഈ ഒരു വണ്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് RTR 310 പലരും ഈ ഒരു വണ്ടിയെ കമ്പയർ ചെയ്യും. ബട്ട് അതിനൊന്നും ഒരു വാലിഡിറ്റി ഒന്നും ഇല്ല. RTR 310 തീർച്ചയായിട്ടും കമ്പയർ ചെയ്യേണ്ടത് ഡ്യൂക്ക് 250 ആയിട്ടാണ്. ഡ്യൂക്ക് 250 ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് RTR 310 തൂക്കും ഡ്യൂക്ക് 250. പക്ഷേ 320 വരുന്ന സമയത്ത് എതിരുണ്ടോയെന്നൊന്നും നമുക്ക് ഡൗട്ടാണ്. ഈ ഒരു വണ്ടിക്ക് എതിരൊന്നുമില്ല, അത്രയ്ക്ക് വണ്ടി സാധനം ഇതൊരു കൊല്ലനാണ്. സോ നമുക്ക് പല ആൾക്കാരുടെ വണ്ടിയും ഇങ്ങനെ അടിക്കുന്ന സമയത്ത് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നൊരു പ്രോബ്ലം കണ്ടിട്ടുണ്ട്. പിന്നെ റൈഡ് ബൈ വയറാണ്, ഭയങ്കര റെസ്പോൺസാണ്. കിക്ക് ഷിഫ്റ്റർ, ലോഞ്ച് കൺട്രോള്, പിന്നെ എന്താ പറയണ്ടേ, MTC മോട്ടോർ സൈക്കിൾ ട്രാക്ഷൻ കൺട്രോൾ, അതെല്ലാ സാധനങ്ങളും ഈ ഒരു വണ്ടിക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കും. സൗണ്ട് പല ആൾക്കാരും ഇത് BS3 ഡ്യൂക്ക് 300 സൗണ്ട് തിരിച്ചു വന്നൊക്കെ പറയുന്നത് കേട്ടു പണ്ട് ഈ വണ്ടിയുടെ റിവ്യൂ കണ്ട സമയത്ത്. ചെറിയൊരു സാദൃശ്യമുണ്ട്, അതേ ഉള്ളൂ, ഒരു 30%. പിന്നെ റിഫൈൻമെൻറ്റ്, വലിയൊരു മാരക റിഫൈൻമെൻറ്റ് ഒബിയസ്ലി KTM ആണ്. പവർ കുത്തി നിറയ്ക്കാൻ പറ്റാവുന്നതിൻ്റെ പരമാവധി കുത്തി നിറച്ച് എൻ്റെ ട്യൂണിങ്ങിൽ തന്നെ ഇനീഷ്യൽ ഗിയർ റേഷ്യോയും കാര്യങ്ങളൊക്കെ പക്കാക്കി വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഇതൊരു ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയാണ്, ഇതിൻ്റെ റിഫൈൻമെൻറ്റ് വെച്ച് നമുക്ക് അളക്കാൻ പറ്റത്തില്ല. ചെറിയ വൈബ്രേഷൻസ് ഒക്കെ ഉണ്ട്, ബട്ട് റോ ഫീലാണ് കേട്ടോ. പഴയ BS3 ആ ഒരു ക്യാരക്ടർ ഈ ഒരു വണ്ടിയിൽ തിരിച്ചു വന്നെന്നാണ് പല റിവ്യൂസിലും ഞാൻ കണ്ടത്. ആസ് എ BS3 ഓൺ ചെയ്തൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്കെന്താണ് പറയാനുള്ളത്, ഇതിന് BS3 ആ ഒരു ക്യാരക്ടർ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഹോണസ്റ്റ് ആയിട്ടുള്ള എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. അതിന് മോനെ തൊടിപ്പിക്കത്തില്ല, അടുപ്പിക്കത്തില്ല. ഈ വണ്ടികളിലെ ഇതിൻ്റെ കോമ്പറ്റീറ്റർ ഉള്ള വണ്ടികളൊന്നും ഉണ്ടല്ലോ, അടുപ്പിക്കത്തില്ല ഇതിൻ്റെ അടുത്തോട്ട് പോലും ഈ വണ്ടി. അമ്മാരി പവർ. സീരിയസ്ലി ഗൈസ്, BS3 ആ ഒരു ഫീല്, ഒരു നൊസ്റ്റാൾജിക് ഫീല് എനിക്ക് ഈ വണ്ടിയുടെ ഭാഗത്തുനിന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അന്ന് നമ്മളെ ഭയപ്പെടുത്തിയ ഒരു ഭയപ്പെടുത്തൽ ഇന്ന് ഭയപ്പെടുത്തത്തില്ല. ബട്ട് ബിക്കോസ് ഒരുപാട് റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഭയപ്പെടുത്തത്തില്ലെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു ഡ്രാഗ് റേസൊക്കെ വെച്ച് കഴിഞ്ഞാൽ BS3 ഇത് തോപ്പിക്കും. കാര്യം ഇത് പവർഫുള്ളാണ്. വണ്ടി കുറച്ചും കൂടെ ഒരു എന്താ മയപ്പെട്ടതുപോലെ, ബട്ട് കനലുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഭയങ്കര പവർഫുള്ളായിട്ടുള്ള എഞ്ചിൻ തന്നെയാണ് തീർച്ചയായിട്ടും. ഒന്ന് ചെറിയ എന്തോ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഇത്ര നാളും കുറേ നാളൊക്കെ വണ്ടി ഓടിച്ച് നമ്മൾ എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് BS3 ആദ്യം ഓടിച്ചതിൻ്റെ ആ ഒരു ഭയപ്പെടുത്തൽ ഫീൽ ചെയ്തിട്ടില്ല. ബട്ട് ഇവൻ പവർ തന്നെയാണ്, പവർ എന്നൊന്നും പറഞ്ഞാൽ പോലെ റോക്കറ്റ് തന്നെയാണ്. ആ ഒരു എഞ്ചിനിൽ വന്ന വ്യത്യാസങ്ങളൊക്കെ തീർച്ചയായിട്ടും ആ ഒരു ക്യാമറയിൽ കൂടെ നിങ്ങൾക്ക് കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. ബട്ട് സീരിയസ്ലി ഗൈസ്, ഇതൊരു ഹുളിഗൻ ഓർ എ മോൺസ്റ്റർ തന്നെയാണ്. എന്താ പറയണ്ടേ ഗൈസ്, ഇതൊരു എൻ്റെ ഫേവറേറ്റ് വണ്ടികളിലൊരു വണ്ടി
അത് ഡ്യൂക്ക് 390 Gen 3 തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. കാര്യം ഓവറാൾ വണ്ടിയുടെ ആ ഒരു ഹാൻഡിലിംഗ് ഒക്കെ നമ്മളെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോവുകയാണ്. അത്രമാത്രം നമ്മൾ ഇഷ്ടപ്പെട്ടു പോകും ഈ ഒരു വണ്ടി. പ്രത്യേകിച്ച് റോ പവറൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ, എനിക്ക് ഈ പറഞ്ഞ പോലെ റോ പവറൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഡെയിലി യൂസിന് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗട്ടാണ്, ബട്ട് എനിക്കിഷ്ടമാണ്. നമുക്കൊരു ഓ മൈ ഗാഡ്, പവർ ഈസ് സോ മച്ച് ഇൻ ദ എൻജിൻ. ഹീറ്റിംഗ് ഒബിയസ്ലി കാണും. നല്ല രീതിയിൽ നമ്മളൊരു ബൂട്ടൊക്കെ ഓടിക്കുകയാണെങ്കിൽ കാലിൻ്റെ ആ ഒരു ഭാഗം മൊത്തത്തിൽ നമുക്കൊരു പൊള്ളുന്നൊരു ഗ്രില്ല് ഫീലൊക്കെ കിട്ടും. നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തോട്ട് വണ്ടി അങ്ങ് മാറും. കണ്ടില്ലേ എന്ത് ഹാൻഡിലിംഗ് ആണെന്ന് നോക്കിയേ, അമ്മാതിരി കിടില ഹാൻഡിലിംഗ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത് ഈ ഒരു സെഗ്മെൻറ്റിൽ. എനിക്ക് RTR 3 കാര്യം അതൊരു കുറച്ചുകൂടെ ടൂറിങ്ങിന് കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു അപ്രൈറ്റ് ആയിട്ടുള്ള റൈഡിങ് പോസ്റ്ററൊക്കെ പോലെ നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ, ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു എല്ലാ കാര്യത്തിനോടും 100% നീതി പുലർത്തിയിട്ടുണ്ട്. പിന്നെ സസ്പെൻഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സസ്പെൻഷൻ എന്ന് കഴിഞ്ഞാൽ നേരത്തെ 32 ക്ലിക്സോളം വരുന്ന ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സസ്പെൻഷനാണ് WP വന്നുകൊണ്ടിരുന്നത്. ഇപ്പം 6 ക്ലിക്സേ ഉള്ളൂ. കാര്യം 32 എന്നൊക്കെ പറയുമ്പം പ്രൊഫഷണലി ട്രാക്കിലൊക്കെ കൊണ്ടുപോയി അഡ്വാൻസ്ഡ് ആയിട്ട് അവർ ഇഷ്ടത്തിന് അതിന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു രീതിയായിരുന്നു. പക്ഷേ നമ്മുടെ സാധാരണക്കാർക്കിടയിൽ 6 ക്ലിക്സ് എത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കാതെ 6 ക്ലിക്സിൽ നമുക്ക് ഒതുക്കി തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ട്രാക്കിലൊക്കെ ഓടിക്കുന്നവർക്കാണെങ്കിൽ 32 എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് അവർക്കൊരു പ്രശ്നവും വരത്തില്ല. അതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അവർക്ക് തോന്നത്തില്ല, അവർ സെറ്റ് ചെയ്തോളൂ. പക്ഷെ ഇത് കിട്ടത്തില്ലല്ലോ. കിക്ക് ഷിഫ്റ്ററൊക്കെ അടിപൊളിയാണ്, ബട്ട് നമ്മുടെ RTR 3 അത്രയും സ്മൂത്ത് ഒന്നും ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. ബട്ട് ഇത് സ്മൂത്ത് തന്നെയാണ്, ഡൗൺ ഷിഫ്റ്റ് ആണെങ്കിലും അപ്പ് ഷിഫ്റ്റ് ആണെങ്കിലും. പിന്നെ ആദ്യ ബാച്ചിലെടുത്ത ആൾക്കാർക്ക് ഈ പറഞ്ഞതുപോലെ എൻജിൻ പരമായ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒബിയസ്ലി പുതിയൊരു എൻജിനാണ്, പഴയ എൻജിനല്ല. പഴയ എൻജിൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ പ്രൂവൺ ആയിട്ടുള്ള എൻജിനായിരുന്നു, ഓടി നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു ക്യാരക്ടർ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ പുതിയ എൻജിനായിരുന്നു. അത് മാത്രമല്ല അതിനകത്ത് കുറച്ച് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഒക്കെ ഉണ്ട്. അത് കമ്പനി 10 വർഷത്തെ വാറൻറ്റിയൊക്കെ ഇപ്പം നിലവിൽ കൊടുക്കുന്നത്. എനിക്ക് എന്താണ് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ KTM ഈ ഒരു നീക്കം എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല. ഈ ഒരു വണ്ടിക്ക് ഇപ്പം നിലവിൽ 10 വർഷത്തെ വാറൻറ്റിയൊക്കെയാണ് KTM കൊടുക്കുന്നത്. ബേസിക്കലി ഇതൊരു അൺറിലയബിൾ മോട്ടോർ സൈക്കിൾ അല്ല, ബട്ട് എൻ്റെ ചേച്ചി ഇപ്പം പടവായന ഞാൻ പേര് എന്നിട്ട് നമ്മുടെ പേരിലോട്ടും വന്നേനെ, ഡ്യൂക്ക് കാലൻ. ക്യാമറയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടും. അപ്പം 10 വർഷത്തെ വാറണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ വണ്ടിക്ക് കുറച്ച് ഓവറാണ്. ബ്രേക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ, വണ്ടിയുടെ എൻജിൻ പവർ പോലെ തന്നെ ബ്രേക്കിംഗ് ഉണ്ടല്ലോ, അമ്മാതിരി പവറാണ് ബ്രേക്കിങ്ങിനും. ഫ്രണ്ട് ബ്രേക്കിംഗ് ഒക്കെ ഒരു രക്ഷയില്ല, സ്റ്റോക്ക് ബ്രേക്കിംഗ്. ബാക്കും ഒട്ടും മോശമൊന്നുമല്ല കേട്ടോ. സോ ഏത് നിമിഷം പണി കിട്ടും എന്ന് ഈ ജാപ്പനീസ് മോട്ടോർ സൈക്കിൾ പോലെ വലിയൊരു റിലയബിലിറ്റി എന്നൊന്നും പറയാൻ പറ്റത്തില്ലെങ്കിലും 10 വർഷത്തെ വാറണ്ടി കൊടുക്കാൻ കാണിച്ചൊരു മനസ്സ് നമ്മൾ ആരും കാണാതെ പോരുത്. മതി 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 ഇത്രയൊക്കെ മതി. അത് കണ്ണടച്ചിറക്കുന്നതിന് മുമ്പ് തന്നെ വണ്ടിയുടെ സ്പീഡ് നിങ്ങൾ കണ്ടില്ലേ? എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ കിടക്കുന്നൊരു വണ്ടിയാണിത്. പക്ഷേ ഇപ്പം നമ്മൾ പ്രായം ഇങ്ങനെ കൂടുന്തോറും നമുക്ക് ഈ പറഞ്ഞ പോലെ വലിയ പ്രായമൊന്നും അല്ലെങ്കിലും ഇനി കുറേ നാൾ ഇനി ഉപയോഗിക്കേണ്ട ഒരു വണ്ടി ആയതുകൊണ്ട് ഇതിൻ്റെ തന്നെ 390 അഡ്വഞ്ചർ എനിക്കൊരു നോട്ടമുണ്ട്, അഡ്വഞ്ചറിലോട്ടെ. ബട്ട് ഇതിൻ്റെ ഒരു ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യം ഓർക്കുമ്പോൾ തന്നെ ഈ ഒരു വണ്ടി നമുക്കങ്ങ് നമ്മുടെ കൽവിൽ കയറിപ്പോവും. ക്ലച്ചൊക്കെ അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. സസ്പെൻഷൻ്റെ കാര്യം പറഞ്ഞില്ലേ, 150 mm ട്രാവലാണ് വരുന്നത്. ബട്ട് അത്ര ട്രാവൽ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഗട്ടറിലൊക്കെ വീഴുമ്പം നല്ല അടി ഫീൽ ചെയ്യും. കാര്യം സസ്പെൻഷൻ സ്റ്റിഫാണ്, നല്ല സ്റ്റിഫാണ്. ഓ മൈ ഗോഡ്, ഇത് ടൂറിങ്ങിനും എൻ്റെ ഒരു യൂസിന് ഓൾറൗണ്ടർ വണ്ടിയാണെന്നൊക്കെ വേണമെങ്കിൽ സൂപ്പർ ഡ്യൂക്ക് ആഗ്രഹിച്ച് കിടക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ വണ്ടി എൻ്റെ മനസ്സും ഹൃദയവും എല്ലാം നിറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
ഓ മൈ ഗോഡ്, സോ മച്ച് ഫൺ ഇൻ ദിസ് ബൈക്ക്. ഒരു മൈലേജിൻ്റെ കാര്യം പറഞ്ഞില്ല, സർവീസ് കോസ്റ്റിൻ്റെ. സർവീസും മൈലേജ് കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ഭീകര മൈലേജ് സർവീസ് കോസ്റ്റ് ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലെങ്കിലും മൈലേജ് ഒരു 25-28 ഒക്കെ പറഞ്ഞാൽ കഷ്ടി കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അഡ്വഞ്ചർ 390 കിട്ടുന്നുണ്ടെന്നൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ ആ സ്പ്രോക്കറ്റിങ്ങിലേക്ക് ഒന്ന് വ്യത്യാസം കൊണ്ടാവണം. പിന്നെ മൈലേജ് അതൊക്കെ ഉള്ളൂ. പിന്നെ സർവീസ് കോസ്റ്റ് ഒരു 3000 അല്ലെങ്കിൽ ഒരു 3500 ആ ഒരു റേഞ്ചിലൊക്കെ സർവീസ് കോസ്റ്റ് നിൽക്കും. പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് ബ്രെംബോടെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ബൈറ്റും പെർഫോമൻസും ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ കിട്ടുന്നതെങ്കിലും സർവീസ് ആ ഒരു ബ്രേക്ക് പാഡിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നല്ല റേറ്റ് വരുന്നുണ്ട്. പിന്നെ എൻജിൻ ഓയിലൊക്കെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് അവർ ഷോറൂമിൽ നിന്ന് ഒഴിക്കുന്നത് HP ഓയിലാണ്, പ്രോലൂബ്. പിന്നെ ബിഗിനേഴ്സിന് ഈ ഒരു വണ്ടി പറ്റുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ ഈ ഒരു വണ്ടി സജസ്റ്റ് ചെയ്യത്തില്ല. പഴയ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് മയപ്പെട്ടു എന്നൊന്നും നമുക്ക് 100% പറയാൻ പറ്റത്തില്ലെങ്കിലും അവിടെ ഇവിടെയൊക്കെ ചെറിയൊരു ഫീലുണ്ട് BS3യുടെ. ഇനിയിപ്പം BS3 ആണെങ്കിലും BS3 അല്ലെങ്കിലും ഈ ഒരു ബ്രേക്കിങ്ങിന് അല്ലെങ്കിൽ ഈ ഒരു വണ്ടിയുടെ പവറിൻ്റെ ഒരു ത്രോട്ടിൽ റെസ്പോൺസിനൊന്നും തന്നെ ഞാനൊരിക്കലും ബിഗിനറിനൊന്നും ഈ ഒരു വണ്ടി സജസ്റ്റ് ചെയ്യത്തില്ല. പിന്നെ ബിഗിനറിന് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു 200 ഒക്കെ ഉണ്ടല്ലോ KTMൻ്റെ തന്നെ. നിങ്ങളൊരു നേക്കഡ് ബൈക്കൊക്കെ നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വണ്ടി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ അത്ര ഒരു ഏജ്ഡായിട്ടുള്ള വ്യക്തികളൊക്കെ ഈ വണ്ടി എടുക്കുന്നതൊന്നും തോന്നുന്നില്ല. പിന്നെ ഈ പറഞ്ഞ നമ്മുടെ ഒരു 22-25 ആ റേഞ്ച്, 26-28 ആ റേഞ്ചിലൊക്കെ നിൽക്കുന്നവർക്ക് ഈ വണ്ടി ഓടിക്കാനൊക്കെ നല്ല ഇഷ്ടപ്പെടും ഭൂരിഭാഗം കേട്ടോ. അതിന് മുകളിലോട്ടുള്ള ആൾക്കാരൊക്കെ ഈ വണ്ടി ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടാവാം. ബട്ട് എന്നിരുന്നാലും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വണ്ടി പറ്റി തോന്നുന്നത് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യ്. അപ്പോൾ എന്തായാലും ഞാനൊരു ചായ കുടിച്ചുകൊണ്ട് ഈ വണ്ടി തിരിച്ച് നമ്മുടെ സാരഥി KTMൽ കൊണ്ട് കൊടുക്കട്ടെ. സോ യെസ്, അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.